താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹബാസ് കൊലപാതക കേസിൽ മെറ്റയോട് വിവരങ്ങൾ തേടി പോലീസ്. സംഘർഷം ആസൂത്രണം ചെയ്ത ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളെക്കുറിച്ച് അറിയാനാണ് പോലീസ് മെറ്റയോട് വിവരങ്ങൾ തേടിയത്. ഇതോടെ അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്തവർക്കൊപ്പം സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഗൂഢാലോചനയിൽ പങ്കാളികളായ വിദ്യാർത്ഥികളും മുതിർന്നവരും കുടുങ്ങും. അതേസമയം പ്രതികൾ പരീക്ഷ എഴുതുന്ന വെള്ളിമാട് കുന്നിലെ ഒബ്സർവേഷൻ ഹോമിന് മുന്നിൽ ഇന്നും പ്രതിഷേധം നടന്നു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, ഇന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം, ഈ കൊലയാളികളായ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കുന്നതിനെതിരെ കടുത്ത പ്രതിഷേധം അവിടെ ജുവനൈൽ ഹോമിന് മുന്നിൽ കാണാൻ കഴിയുകയാണ്. KSU ആണ് ഇന്ന് ഈ സമരത്തിന് നേതൃത്വം നൽകിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം തന്നെയാണ് വെള്ളിമാട് കുന്നിലെ ജുവനൈൽ ഹോമിന് മുന്നിൽ അണിനിരന്നിരിക്കുന്നത്. പ്രധാനമായും KSUവിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത്. അവർ വെള്ളിമാട് കുന്ന് ജുവനൈൽ ഹോമിന്റെ മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച് മുദ്രാവാക്യം വിളിക്കുകയാണ്. പ്രധാനമായും അവർ ഉന്നയിക്കുന്നത് കോപ്പി അടിച്ചതിന് ഡീബാർ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു വിദ്യാർത്ഥിയെ ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തിയിട്ട് ആ വിദ്യാർത്ഥികൾക്ക് പോലീസിന്റെ സംവിധാനത്തോടു കൂടി പരീക്ഷ എഴുതുവാനുള്ള സുരക്ഷ ഒരുക്കി കൊടുക്കുന്നു എന്നൊരു ആരോപണം തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകളുടെയും യുവജന സംഘടനകളുടെയും ഭാഗത്തു നിന്ന് പ്രധാനമായും ഉയർന്നു വരുന്നത്. അല്പസമയം മുൻപാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇങ്ങോട്ടേക്ക് എത്തിയത്. KSUവിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം എത്തിയിട്ടുള്ളത്. അവർ വെള്ളിമാട് കുന്നിലെ ജുവനൈൽ ഹോമിന് മുന്നിൽ, അതായത് ഈ പരീക്ഷാ കേന്ദ്രത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അവർ പറയുന്നത് പരീക്ഷ കഴിയുന്നതുവരെ ഇത്തരത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കും എന്നൊരു കാര്യം തന്നെയാണ് ഈ വിദ്യാർത്ഥി സംഘടന പറഞ്ഞിട്ടുള്ളത്. പ്രധാനമായും നമുക്കറിയാം, പ്ലക്കാർഡുകളൊക്കെ കയ്യിലേന്തിയാണ് പ്രതിഷേധം നടക്കുന്നത്. നീതി വേണം, കൊലയാളിക്ക് പരീക്ഷ വേണ്ട, ഡീബാർ ചെയ്യുന്ന കാലഘട്ടത്തിൽ എന്തിനാണ് പോലീസ് സംവിധാനത്തോടെ ഇത്തരത്തിൽ പരീക്ഷ എഴുതുവാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഷഹബാസിന്റെ പിതാവ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ള ആളുകളുടെ മക്കൾ ഈ കേസിൽ പെട്ടതുകൊണ്ട് തന്നെ ഈ കേസ് പിന്നീട് തേഞ്ഞു വാങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി വിശ്വാസം നീതിപീഠത്തിന് മുന്നിൽ മാത്രമാണെന്ന കാര്യവും ഷഹബാസിന്റെ പിതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അത്തരത്തിൽ സമാനമായ പ്രതികരണങ്ങൾ നമുക്കറിയാം. മെറ്റയോട് വരെ ഇപ്പോൾ ഇതിന്റെ വിശദ വിവരങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. കാരണം ആസൂത്രണം നടന്നിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. പക്ഷേ ഇൻസ്റ്റഗ്രാം, വാട്സപ്പിൽ ഇത്തരത്തിലുള്ള ശബ്ദ സന്ദേശങ്ങൾ, ടെക്സ്റ്റ് മെസ്സേജുകൾ തുടങ്ങിയവയുടെ വിശദമായ വിവരങ്ങൾ അറിയുവാനാണ് ഇത്തരത്തിൽ വിശദീകരണം തേടിയത് എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചത്. ഈ കേസിന്റെ അന്വേഷണ ഘട്ടം മുതൽ വലിയ രീതിയിലുള്ള ആസൂത്രണം നടന്നു എന്ന് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുവാനുള്ള ശ്രമത്തിലാണ്. ഈ വിദ്യാർത്ഥികളിൽ നിന്ന് മൊബൈൽ ഫോൺ ഉൾപ്പെടെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും 6:50 ഈ മുഹമ്മദ് ഷഹബാസിനെ വീട്ടിലേക്ക് ഒരു പയ്യൻ അവിടെ ഇറക്കി വിടുന്നത്. അതിന്റെ ഉൾപ്പെടെയുള്ള CCTV ദൃശ്യങ്ങൾ നമുക്ക് അന്ന് തന്നെ ലഭ്യമായിരുന്നു. ആ CCTV ദൃശ്യങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു മാളിൽ നിന്ന് ഈ വിദ്യാർത്ഥികൾ തമ്മിൽ കൂട്ടം കൂടി നിന്ന് ഗൂഢാലോചന നടത്തിയിരുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും മാളുടമ ഉൾപ്പെടെ കൂടുതൽ ആളുകളുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ് പോലീസ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. എന്തായാലും വെള്ളിമാട് കുന്ന് ജുവനൈൽ ഹോമിന് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് KSUവിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും അവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഡീബാർ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ, പ്രധാനമായും ഈ 6 പ്രതികളെയും പോലീസ് സംരക്ഷണത്തിൽ ഇത്തരത്തിൽ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നത് എന്നൊരു കാര്യം തന്നെയാണ് ഈ അവിടെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. കൊലപാതകികളായ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ച ഈ സിസ്റ്റത്തിനെതിരെയാണ് അവിടെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം നടക്കുന്നത്. ദിസ്നയാണ് സമഗ്ര വിവരങ്ങൾ പങ്കുവച്ചത്.